ഭൗതിക ശാസ്ത്രത്തിൽ അതീവ താല്പര്യം കാണിക്കുന്ന പലരും മതത്തെ വില കുറച്ച് കാണാറുണ്ട്. അതുപോലെ മതത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർ ശാസ്ത്രത്തെയും വില കുറച്ച് കാണാറുണ്ട്. ഭൗതിക സുഖങ്ങൾ വർദ്ധിപ്പിക്കാൻ ശാസ്ത്രം നമ്മെ വളരെ സഹായിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടതെല്ലാം അനുഭവിക്കാൻ ശാസ്ത്രം അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കാൻ മതഗ്രന്ഥങ്ങൾ വിവിധ ഉപായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഏവരെയും സ്നേഹിക്കാൻ മതം പഠിപ്പിക്കുന്നു. ശാസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും പരീക്ഷണശാലകൾ വ്യത്യസ്തമാണ്. കണ്ണിൻ്റെ പ്രവർത്തനം ശാസ്ത്രം പറഞ്ഞു തരും. എന്നാൽ കണ്ണുകൊണ്ട് എന്ത് കാണണം എന്ത് കാണരുത് എന്ന് മതം പഠിപ്പിച്ചു തരും. ചെവിയുടെ ഘടനയും പ്രവർത്തനവുമെല്ലാം ശാസ്ത്രം പഠിപ്പിക്കും. എന്നാൽ എന്താണ് നാം കേൾക്കേണ്ടത്, എന്താണ് കേൾക്കാതിരിക്കേണ്ടത് എന്ന് മതം പറഞ്ഞു തരും. നമ്മുടെ കയ്യിൻ്റെ ഘടന എന്ത് എന്നെല്ലാം ശാസ്ത്രം പഠിപ്പിക്കും. എന്നാൽ നമ്മുടെ കൈയ്യ് എന്തിനെ ഉപയോഗിക്കണം എന്തിനെ ഉപയോഗിക്കരുത് എന്ന് മതം പഠിപ്പിച്ചു തരും. ബുദ്ധിയുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ശാസ്ത്രം വിസ്തരിച്ച് പറഞ്ഞു തരും. എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് ആത്മനിയന്ത്രണം എങ്ങനെ കൈവരിക്കണം എന്ന് മതം പഠിപ്പിക്കും. വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതവും ശാസ്ത്രവും ഒരനുഗ്രഹം തന്നെ. മതവും ശാസ്ത്രവും തമ്മിൽ പോരടിച്ച് പിരിയേണ്ടവരല്ല, പരസ്പരം സഹകരിച്ച് മുന്നേറേണ്ടവരാണ്. പക്ഷിയുടെ ചിറക് പോലെയാണ് മതവും ശാസ്ത്രവും. 2 ചിറകുണ്ടെങ്കിൽ മാത്രമേ പക്ഷിക്ക് ജീവിതമുള്ളൂ. മനുഷ്യ ജീവിതവും അതുപോലെ തന്നെ. അതീവ ശ്രദ്ധയോടെ ആദരവോടെ മതത്തെയും ശാസ്ത്രത്തെയും നമുക്ക് സ്വീകരിക്കാം, അംഗീകരിക്കാം, ആദരിക്കാം. ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഇവ രണ്ടും പ്രധാനം തന്നെ.